hello, it's me Priya Hariprasad. Once again, welcome to the world of economics and welcome to my channel. Happy to see you again. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ബൈ സെൻട്രൽ ബാങ്ക് ഓർ RBI. മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ബൈ സെൻട്രൽ ബാങ്ക് ഓർ RBI. ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ കൺട്രിയിൽ ക്രെഡിറ്റ് ആൻഡ് മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ റൈറ്റ്സ് ഉള്ള അല്ലെ അവകാശമുള്ള ഒരേ ഒരു അതോറിറ്റിയാണ് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI എന്ന് പറയുന്നത് അല്ലെ. ബാങ്കുകളുടെ ബാങ്ക് ആണല്ലോ. ഓക്കെ, അപ്പം ഡിഗ്രി ആൻഡ് PG ലെവൽ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും. അപ്പൊ എല്ലാവരും കാണാനും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കണം. ഇതും ആസ് യൂഷ്വൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ഓക്കെ ദെൻ, അപ്പൊ ട്രൈ ടു ഫോളോ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ഇതുവരെയും സപ്പോർട്ട് ചെയ്യുകയും ഫോളോ ചെയ്യുകയും അതേപോലെ ഷെയർ ചെയ്യുകയും ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഫ്യൂച്ചറിലും നിങ്ങളുടെ സപ്പോർട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് മോർ ആൻഡ് മോർ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്തെങ്കിലും ഡിലേ വരുന്നുണ്ടെങ്കിൽ അത് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ള ഒരു ഡിലേ ആണ്. കറക്റ്റ്ലി ഐ എം നോട്ട് വർക്കിംഗ്, അപ്പം ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കളക്ട് ദ മെറ്റീരിയൽസ് ഈസിലി. ദാറ്റ്സ് വൈ. ഓക്കെ ദെൻ, try to understand my problem. Okay then, come let's learn together. Let's begin the class. Okay, methods of credit control by central bank or commercial bank. Okay, ഇനി പ്ലേലിസ്റ്റിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ബാങ്കിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് സെൻട്രൽ ബാങ്ക്, അതിന്റെ ഫങ്ഷൻസ്, കമേഴ്ഷ്യൽ ബാങ്ക്, WTO, അതേപോലെ തന്നെ വേൾഡ് ബാങ്ക്, IMF, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഒന്ന് കയറി കാണാനും കൂടെ ശ്രമിക്കണം. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം എന്താണ് ഈ ക്രെഡിറ്റ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺ അല്ലെ. ഈ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആണല്ലോ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൺട്രോൾ ചെയ്യണം. അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമുക്കറിയാം ബാങ്കേഴ്സ് ബാങ്ക് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് ആണ് അല്ലെ. അപ്പൊ കമേഴ്ഷ്യൽ ബാങ്കിനെ അടക്കം നിയന്ത്രിക്കുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. അപ്പൊ ഈ സെൻട്രൽ ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്, അതായത് വായ്പകൾ കൊടുക്കുന്നത്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യും. കാരണം ഏതൊക്കെ സമയത്ത് കൂടുതൽ പ്രൊവൈഡ് ചെയ്യണം ആ സമയത്ത് കൊടുക്കാനുള്ള മെഷേഴ്സ് എടുക്കുകയും, അതല്ല ചില സമയത്ത് ഇൻഫ്ലേഷൻ, മണി സപ്ലൈ കൂടുന്ന സമയത്തെല്ലാം ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യണം അല്ലെ. ശരിയല്ലേ? അനാവശ്യമായിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യരുത്. അപ്പം അതിന് ഒരു കൺട്രോളിംഗ് മെത്തേഡ്സ് ആര് കൊണ്ടുവരും? സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI കൊണ്ടുവരും. അത് ഏതൊക്കെയാണ് അല്ലെ? അപ്പം അത് ആരുടെ മേൽ ചുമത്തും? കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ മേലെ. അപ്പൊ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പൊ എപ്പോഴാണോ കൂടുതൽ കൊടുക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള മെഷേഴ്സ്, അതെല്ലാം കുറയ്ക്കേണ്ട സമയത്തുള്ള മെഷേഴ്സ്. അപ്പൊ ഇവിടെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ പറയുന്നത് അല്ലെ. അനാവശ്യമായിട്ട് ക്രെഡിറ്റ് കൊടുക്കുന്നത് കൺട്രോൾ ചെയ്യുക അല്ലെ. അപ്പം അത് ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും രണ്ട് മെത്തേഡ്സ് ആണ് സെൻട്രൽ ബാങ്ക് ഫോളോ ചെയ്യുന്നത്: ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അളവ് അല്ലെ, ക്രെഡിറ്റുള്ള അളവില് റെസ്ട്രിക്ഷൻസ് വരുത്താം. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ചേഞ്ച് വരുത്തുക, ആ രീതിയിൽ, അതാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലുള്ള ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ് കറന്റ്ലി ആര് ഫോളോ ചെയ്യുന്നത്? സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്രെഡിറ്റ് കൺട്രോൾ മെഷറിലേക്ക് പോവാം. ഏതാണത്? ക്വാണ്ടിറ്റേറ്റീവ് ഓർ ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ മെഷർ. അപ്പം ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് അല്ലെങ്കിൽ മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, അതിനകത്ത് 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൽ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് നിരക്ക് പോളിസി, ബാങ്ക് നിരക്ക് നയം എന്ന് പറയും മലയാളത്തിൽ അല്ലെ. എന്താണ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ലെൻഡ്സ് ടു കമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെ. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ലെൻഡ്സ് ടു കമേഴ്ഷ്യൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI കമേഴ്ഷ്യൽ ബാങ്ക്സിന് ലോൺ കൊടുക്കും. ആ ലോണിന്റെ മേലെ ഈടാക്കുന്ന പലിശ, ഓക്കെ, അഗെയിൻസ്റ്റ് ദാറ്റ് ലോൺസ് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? ഒരു പലിശ ഈടാക്കുമല്ലോ. ആ പലിശയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ലെൻഡ്സ് ടു കമേഴ്ഷ്യൽ ബാങ്ക്സ്. ഓക്കെ, ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഈടാക്കുന്ന പലിശ, അതാണ് ബാങ്ക് റേറ്റ്. അപ്പം ഈ ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്ക്സിന് എന്ത് ചെയ്യാൻ കഴിയില്ല? കൂടുതൽ ലോൺ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല അല്ലെ. അപ്പൊ എപ്പോഴാണോ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യേണ്ടത് അപ്പോഴെല്ലാം സെൻട്രൽ ബാങ്ക് എന്ത് കൂട്ടും? ബാങ്ക് റേറ്റ് കൂട്ടും. കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ നിന്നും ഈടാക്കുന്ന പലിശ നിരക്ക് കൂട്ടും. അങ്ങനെ കൂടുതൽ പലിശ നിരക്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിന് സെൻട്രൽ ബാങ്കിലേക്ക് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫണ്ടിന്റെ അവൈലബിലിറ്റി ഒക്കെ കുറയില്ലേ? ആ സമയത്ത് കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യും? അവരുടെ പലിശ കൂട്ടും. ജനങ്ങൾക്ക് ലോൺ കൊടുക്കാനുള്ള
പലിശയും കൂട്ടും, അതേപോലെ ലോണിന്റെ അളവും എന്ത് ചെയ്യും, കുറയ്ക്കും. അപ്പൊ നാച്ചുറലി ഈ കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങിക്കാൻ പോകുന്ന നമുക്ക് പലിശ കൂടുതൽ കൊടുക്കേണ്ടതായിട്ടും വരും. അതേപോലെ ലോണിന്റെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന് എന്ത് ചെയ്യാൻ കഴിയും, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്തിലൂടെ, ബാങ്ക് റേറ്റിലൂടെ. മനസ്സിലായല്ലോ? ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം കേട്ടോ. ഓക്കെ, ഇനി ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് കറന്റ് 4.25. അത് നിങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. അത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി അപ്ഡേറ്റ് ചെയ്യണം. 4.25 ആണ് ഇപ്പോൾ കേട്ടോ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. കറന്റ് 4.25. മനസ്സിലായല്ലോ? അപ്പൊ ബാങ്ക് റേറ്റ് കൂട്ടുന്നതിലൂടെ കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ നിന്നും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് സെൻട്രൽ ബാങ്ക് പിടിച്ചു വാങ്ങിക്കും. ആ സമയത്ത് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയും. കമേഴ്ഷ്യൽ ബാങ്ക്സിന് കൂടുതൽ ലോൺ കൊടുക്കാൻ കഴിയില്ല. അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉയർന്ന പലിശയ്ക്കായിരിക്കും കൊടുക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂടുതൽ ലോണിലേക്ക് പോവില്ല. ശരിയല്ലേ? അപ്പൊ ക്രെഡിറ്റ് അവിടെ കൺട്രോൾ ചെയ്തോ സെൻട്രൽ ബാങ്ക് റേറ്റിലൂടെ. മനസ്സിലായല്ലോ? ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാൻ നമുക്ക്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്താണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ? പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഗവൺമെന്റിന്റെ ബോണ്ടും സെക്യൂരിറ്റീസ് ഒക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. ആ പ്രോസസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയാം. അപ്പം അത് ബ്രോഡ് സെൻസിലും ഉണ്ട്, നാരോ സെൻസിലും ഉണ്ട്. നാരോ സെൻസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് മാത്രം സെൻട്രൽ ബാങ്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. കുറച്ചും കൂടെ ബ്രോഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്യൂരിറ്റീസും വാങ്ങുകയും വിൽക്കുകയും എല്ലാം ചെയ്യും കേട്ടോ. അത് രണ്ടും നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ പറയാം എങ്ങനെയാന്ന് വെച്ചാല്, ഈ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് എല്ലാം ആര് വാങ്ങിക്കുകയാണ്, സെൻട്രൽ ബാങ്ക് വാങ്ങിക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് വാങ്ങിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ആർക്ക് പേ ചെയ്യണം, സെൻട്രൽ ബാങ്കിന് സെൻട്രൽ ബാങ്ക് അങ്ങോട്ടേക്ക് പേ ചെയ്യും, ഗവൺമെന്റിന് പൈസ പേ ചെയ്യും. ഓക്കെ, അപ്പം അതേപോലെ അപ്പൊ ഗവൺമെന്റിന്റെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരുപാട് എക്സ്പെൻഡിച്ചർ വരും, ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവും. അതേപോലെ കമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ നിന്നും ഇതേപോലെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആര് വാങ്ങിക്കാന്ന് വിചാരിക്കുക, സെൻട്രൽ ബാങ്ക് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ നിന്നും പൈസ അങ്ങോട്ടേക്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിൽ പോകും അല്ലെ. അപ്പൊ ക്രെഡിറ്റ് കൂടുതൽ കമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കാൻ കഴിയും. പക്ഷേ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷനിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എല്ലാം ആര് വിൽക്കുകയാണ് ചെയ്യുന്നത്, സെൻട്രൽ ബാങ്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെ വിൽക്കുന്ന സമയത്ത് മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറഞ്ഞാൽ ക്രെഡിറ്റ് കൂടുതൽ കൊടുക്കാനായിട്ട് കമേഴ്ഷ്യൽ ബാങ്ക്സിന് കഴിയില്ല. ശരിയല്ലേ? ഓക്കെ, അപ്പം ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലൂടെ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് എല്ലാം എന്താണ് ചെയ്യുന്നത്, വിൽക്കുകയാണ് ചെയ്യുന്നത്. വിൽക്കുന്ന സമയത്ത് സെൻട്രൽ ബാങ്കിന്റെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് എല്ലാം വിൽക്കുകയാണെങ്കിൽ അപ്പം എന്താ പറയാ, മണി സപ്ലൈ കുറയും. ശരിയല്ലേ? സെൻട്രൽ ബാങ്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്കിലോട്ട് പൈസ പോവാണ്, എല്ലാം പോവാണ്. അപ്പം എന്താ പറയാ, കമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിലും ഗവൺമെന്റിന്റെ കയ്യിലൊന്നും എന്തുണ്ടാവില്ല, മണി സപ്ലൈ കുറവായിരിക്കും. അപ്പൊ ക്രെഡിറ്റ് കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലൂടെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ, റിസർവ് റിക്വയർമെന്റ്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. എന്താണ് റിസർവ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല് കരുതൽ ധനം ആവശ്യപ്പെടുക കൂടുതൽ അല്ലെ. എന്താണ് ഈ റിസർവ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാല്, അതായത് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇപ്പൊ കമേഴ്ഷ്യൽ ബാങ്കിന്റെ ഡെപ്പോസിറ്റും ലോണും അതിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ ആരുടെ കയ്യിൽ സൂക്ഷിക്കണം എന്ന് പറയും, സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ സൂക്ഷിക്കണം. അതായത് കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിലുള്ള ഡെപ്പോസിറ്റിന്റെ എല്ലാം ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റ് അതിന്റെ എല്ലാം ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് എങ്ങോട്ട് സൂക്ഷിക്കണം എന്ന് പറയും, സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ സൂക്ഷിക്കണം എന്ന് പറയും. അതാണ് റിസർവ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അത് രണ്ട് രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? CRR-ഉം SLR-ഉം. CRR എന്ന് പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ. CRR എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ. അതായത് കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിലുള്ള ആ ഒരു ഡെപ്പോസിറ്റിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ഹെൽഡ് ബൈ കമേഴ്ഷ്യൽ ബാങ്ക്സ്. കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിലുള്ള ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ ഒരു പോർഷൻ എവിടെ സൂക്ഷിക്കണം? സെൻട്രൽ ബാങ്കിൽ സൂക്ഷിക്കണം. അതാണ് CRR എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. CRR എന്താണ്, SLR എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണണം കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ. അത് അടുത്തത് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR എന്ന് പറഞ്ഞാല് ഇതേപോലെ തന്നെയാണ് ഏകദേശം. പക്ഷെ ഗോൾഡ് ആയിട്ടും ക്യാഷ് ആയിട്ടും തന്നെ സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ സൂക്ഷിക്കണം. എന്തിന്റെ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ്? ഈ കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിലുള്ള പർട്ടിക്കുലർ പെർസെന്റേജ് എന്താ പറയാ, എമൗണ്ട് ഗോൾഡ് ആയിട്ടും ക്യാഷ് ആയിട്ടും തന്നെ സൂക്ഷിക്കണം. ക്യാഷ് റിസർവ് റേഷ്യോയിൽ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പോർഷൻ സൂക്ഷിക്കണം എന്നേ പറഞ്ഞുള്ളൂ. അത് ഏത് ടേമിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഏത് രൂപത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല.
ഈ SLR പറയുന്നത് എന്താണ്? ഗോൾഡ് ആയിട്ടോ ക്യാഷ് ആയിട്ടോ അല്ലെ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പോർഷൻ അല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു പെർസെന്റേജ് സെൻട്രൽ ബാങ്ക് നിശ്ചയിക്കും. ആ പെർസെന്റേജ് ഇത് ആരുടെ? കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഡെപ്പോസിറ്റിന്റെ കയ്യിൽ നിന്ന് അവരുടെ ആസ്തിയിൽ നിന്നും ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ഗോൾഡ് ആയിട്ടോ ക്യാഷ് ആയിട്ടോ തന്നെ എവിടെ സൂക്ഷിക്കണം? സെൻട്രൽ ബാങ്കിൽ സൂക്ഷിക്കണം. അതായത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, ലിക്വിഡ് ക്യാഷ് അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ട് തന്നെ സൂക്ഷിക്കണം. മനസ്സിലായോ? സെൻട്രൽ ബാങ്കിൽ സൂക്ഷിക്കണം. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇത് മനസ്സിലായല്ലോ? അപ്പം ഈ രണ്ട് കാര്യങ്ങളും ആര് കൂട്ടും? ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ സെൻട്രൽ ബാങ്ക് കൂട്ടും. അങ്ങനെ കൂട്ടുന്ന സമയത്ത് കമേഴ്ഷ്യൽ ബാങ്ക്സിന് കൂടുതൽ എമൗണ്ട് അവിടെ സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നു അല്ലെ? അവരുടെ ആസ്തിയിൽ നിന്നും കൂടുതൽ, അവരുടെ അസറ്റിൽ നിന്നും കൂടുതൽ അങ്ങോട്ട് പോകുന്നു. അപ്പൊ എന്ത് ചെയ്യാൻ കഴിയില്ല? നൗ കമേഴ്ഷ്യൽ ബാങ്ക്സ് കാണ്ട് പ്രൊവൈഡ് എന്താണ് മോർ ആൻഡ് മോർ എന്താ പറയാ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആർക്ക് കഴിയില്ല? കമേഴ്ഷ്യൽ ബാങ്ക്സിന് കഴിയില്ല. അപ്പൊ ഇൻ ഓർഡർ ടു കൺട്രോൾ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സെൻട്രൽ ബാങ്ക് എന്ത് കൂടുതൽ ആവശ്യപ്പെടും? റിസർവ് റിക്വയർമെന്റ് അല്ലെ? റിസർവ് റിക്വയർമെന്റ് കൂട്ടും. അതായത് CRRഉം SLRഉം രണ്ടും കൂടുതൽ വാങ്ങിക്കും. അപ്പൊ കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ നിന്നും ഒരുപാട് അങ്ങോട്ടേക്ക് സൂക്ഷിക്കേണ്ടി വരുന്നു സെൻട്രൽ ബാങ്കിലേക്ക്. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സിന് കൂടുതൽ ലോൺ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ആര് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്തു? സെൻട്രൽ ബാങ്ക്. എന്തിലൂടെ? റിസർവ് റിക്വയർമെന്റ്സിലൂടെ. ഗോട്ട് ഇറ്റ്? ഓക്കെ. അപ്പം ഈ 3 പോയിന്റ്സും, അതായത് ബാങ്ക് റേറ്റ് പോളിസിയും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസും റിസർവ് റിക്വയർമെന്റ്സ്, അതിൽ 2 കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഓർ ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഓർ മെത്തേഡ്സ് ബൈ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിലേക്ക് പോവാം. ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. അതായത് ക്വാളിറ്റേറ്റീവിനെ തന്നെയാണ് നമ്മൾ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതിലൊരു 4-5 പോയിന്റ് ഉണ്ട്, അത് നോക്കാം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്രെഡിറ്റ് റേഷനിങ്. ഫസ്റ്റ് വൺ എന്താണ്? ക്രെഡിറ്റ് റേഷനിങ്. റേഷൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയില്ല എന്താണ് റേഷൻ ഷോപ്പ്. ഒരു പർട്ടിക്കുലർ അളവ് നിശ്ചയിച്ച് അതൊരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ആരൊക്കെയാണെന്ന് നിശ്ചയിച്ച് അവർക്ക് കൊടുക്കുക അല്ലെ? അതാണ് ക്രെഡിറ്റ് എന്താ പറയുക റേഷൻ ഷോപ്പിൽ ചെയ്യുന്നത്. അതേപോലെ ഈ റേഷൻ തന്നെയാണ് ഇത് ഇവിടെയും. ക്രെഡിറ്റില് റേഷനിങ് വരുത്തുക എന്ന് വെച്ചാൽ നിശ്ചയിക്കും ആർക്കെല്ലാം ക്രെഡിറ്റ് കൊടുക്കണം, ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ക്രെഡിറ്റ് കൊടുക്കണം, എത്ര എമൗണ്ട് കൊടുക്കണം, എല്ലാറ്റിലും ഒരു എന്താണ് റേഷൻ കൊണ്ടുവരിക. മനസ്സിലായോ? നല്ലൊരു കൺട്രോൾ കൊണ്ടുവരിക. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പഴയ രീതിയിലുള്ള ഓൾഡസ്റ്റ് ഫോം ഓഫ് എന്താണ് ക്രെഡിറ്റ് കൺട്രോൾ മെഷർ ആണ് ഏതെന്ന് പറയുന്നത്? ഈ ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്നത് അല്ലെ? അപ്പം അത് റേഷൻ ചെയ്യാനായിട്ട് പല രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയും അതേപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യും അത് നിശ്ചയിക്കും. ഇന്ന എമൗണ്ട്, ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ മാത്രമേ ലോൺ കൊടുക്കൂ. അനാവശ്യമായിട്ട് ചെറിയ ലോൺസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യും? കട്ട് ചെയ്യും അല്ലെ? അപ്പം അൺനെസസറി ആയിട്ടുള്ള ചെറിയ പർപ്പസസിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റീവ് അല്ലാത്ത ഈ മാരേജ് ലോൺ അങ്ങനെയുള്ള ലോണൊക്കെ ഇല്ലേ, അങ്ങനെ പ്രൊഡക്റ്റീവ് അല്ലാത്ത പലതരത്തിലുള്ള ലോൺ എല്ലാം കട്ട് ചെയ്ത് ചില പർപ്പസ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിശ്ചയിക്കും. ആ എമൗണ്ടിലുള്ളവർക്ക് മാത്രം, എസ്പെഷ്യലി അത് വലിയ ഇൻഡസ്ട്രീസ് തുടങ്ങാൻ മാത്രമായിരിക്കും. മനസ്സിലായോ? അങ്ങനെയൊക്കെ ലോണ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് കൺട്രോൾ ആയില്ല. അപ്പൊ ഒരുപാട് എല്ലാവർക്കും അങ്ങനെ നിരത്തി ലോൺ കൊടുക്കുന്നതിനേക്കാളും ആവശ്യമുള്ള സമയത്ത് അത് എന്ത് ചെയ്തു? കൺട്രോൾ ചെയ്തു. മനസ്സിലായി? അതാണ് ക്രെഡിറ്റ് റേഷനിങ്. അപ്പൊ ഓൾഡസ്റ്റ് ഫോം ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ആണ് ഈ ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ, റെഗുലേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ക്രെഡിറ്റ്. ഇതും എന്താണ്? കൺസ്യൂമേഴ്സ് ക്രെഡിറ്റ് റെഗുലേറ്റ് ചെയ്യാണ്. എന്താണ് ഈ കൺസ്യൂമേഴ്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാല്? അത് ഈ നമ്മളിപ്പം വീട്ടിലെ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ അല്ലെ, ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാനുള്ള ലോണ്, കാർ ലോൺ, അങ്ങനെയുള്ള പർച്ചേസിനായിട്ടുള്ള ലോണില്ല, അതിനാണ് ഈ കൺസ്യൂമർ ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് കേട്ടോ. പർച്ചേസിനായിട്ടുള്ള പർച്ചേസ് ലോൺസ് ഉണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ വാങ്ങിക്കാനായിട്ട് ലോൺ കൊടുക്കുന്നുണ്ട്. ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാനൊക്കെ ലോൺ ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ലോൺസ് ഒന്ന് കൺട്രോൾ ചെയ്യും. അത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞാല് അതും അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ലോൺസ് കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാൾമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യും? കൂട്ടും. നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ് എന്ത് ചെയ്യും? കുറയ്ക്കും. ഇപ്പൊ നമ്മള് ഇപ്പൊ 10,000 രൂപ എടുക്കുകയാണെങ്കിൽ ആദ്യം അത് 10 തവണയായിട്ട് അടയ്ക്കാം. അത് എന്ത് ചെയ്യും? അവർ 1-2 തവണയാകും. ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക അല്ലെ, ലോൺ എടുക്കാനുള്ള ടെൻഡൻസി ഇല്ലാതെ ആക്കുക. അതാണ്. അപ്പം ഇൻസ്റ്റാൾമെന്റ്സ് എന്ത് ചെയ്യും? കുറയ്ക്കും. അതേപോലെ ഡൗൺ പേയ്മെന്റ് കൂട്ടും. എന്ത് ചെയ്യും? ഡൗൺ പേയ്മെന്റ് കൂട്ടും. എന്താ ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ? അതായത് അറ്റ് ദ ടൈം ഓഫ് എന്താ പറയാ ലെൻഡിങ്, നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ഒരു അഡ്വാൻസ്, അതിൽ നിന്നും ഒരു പെർസെന്റേജ് അഡ്വാൻസ് ആയിട്ട് നമ്മളടുത്ത് എന്ത് ചെയ്യാറുണ്ട്? വാങ്ങി വെക്കാറുണ്ട് അല്ലെ? വാങ്ങി വെക്കാറില്ലേ? അതാണ് ഈ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത്. അഡ്വാൻസ് ആയിട്ട് നമ്മൾ അറ്റ് ദ ടൈം ഓഫ് എന്താ പറയുക ലെൻഡിങ്, ലോണ് നമുക്ക് കിട്ടാൻ നേരം, ആ എമൗണ്ട് നമ്മൾക്ക് കിട്ടാൻ നേരം ഒരു അഡ്വാൻസ് പേയ്മെന്റ് അവിടെ ആവശ്യമാണ്. അതാണ് ഈ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത്. അതെല്ലാം എന്ത് ചെയ്യും? കൂട്ടും.
അല്ലെ, അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിപ്പോ 10,000 രൂപയാണ് കടം തരുന്നതെന്ന് വിചാരിക്കുക. അതിന് 1000 രൂപ കട്ട് ചെയ്തിട്ട് 1000 രൂപ ഓൾറെഡി അവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ പേയ്മെന്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആണ് ബാക്കി 9,000 ആയിരിക്കും നമുക്ക് തരുന്നത്. മനസ്സിലായോ? അതാണ്. അപ്പൊ ആ 1000ന്റെ സ്ഥാനത്ത് 2000 3000 അങ്ങനെ ഡൗൺ പേയ്മെന്റ് എന്ത് ചെയ്യും? കൂട്ടും. അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെക്കുന്നത് കൂട്ടും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയും അല്ലെ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? കൺസ്യൂമർ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാണ്. അതിന് ആ കൺസ്യൂമേഴ്സിന്റെ ഈ പർച്ചേസ് ലോൺസ് ഒക്കെയാണ് അവിടെ അതിനകത്ത് വരുന്നത്. അതിൽ ഇൻസ്റ്റാൾമെന്റ്സ് കുറയ്ക്കും എന്ന് വെച്ചാൽ 10 പ്രാവശ്യമായിട്ടോ അല്ലെങ്കിൽ 5 പ്രാവശ്യമായിട്ടോ നമുക്ക് കൊടുക്കാമെന്നുള്ള ആ സ്ഥാനത്ത് ആ ഇൻസ്റ്റാൾമെന്റ്സ് നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ പിന്നെന്താണ്, ഡൗൺ പേയ്മെന്റ് കൂട്ടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലോൺ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്ത നോക്കിക്കോളൂ, മോറൽ സുവേഷൻ, ധാർമ്മിക പ്രേരണ. സുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസുവേഷൻ അല്ലെങ്കിൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രേരണ, ധാർമ്മികമായിട്ട് പ്രേരിപ്പിക്കുക അല്ലെ. അതെങ്ങനെയാന്ന് വെച്ചാല് പൊതുജനങ്ങളെയും കമേഴ്ഷ്യൽ ബാങ്ക്സിനെയും എന്താ പറയാ പീരിയോഡിക്കൽ ലെറ്റേഴ്സും ഡിസ്കഷൻസും ഒക്കെ വെച്ച് അറിയിക്കുക. ലോണ് പ്രത്യേകിച്ച് കമേഴ്ഷ്യൽ ബാങ്ക്സിനാണ് അങ്ങനെ ഡിസ്കഷൻസും ലെറ്റേഴ്സ് ഒക്കെ അയക്കും. ആർക്ക്? കമേഴ്ഷ്യൽ ബാങ്ക്സിന് സെൻട്രൽ ബാങ്ക് അല്ലെ. ധാർമ്മിക പ്രേരണ എന്ന് വെച്ചാൽ കറന്റ്ലി എക്കണോമിക് സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്, മണി സപ്ലൈ ഒരുപാട് കൂടുതലാണ്, ജനങ്ങളുടെ കൈവശം പണം കൂടുതലാണ്, വീണ്ടും ഇൻഫ്ലേഷനിലോട്ട് പണപ്പെരുപ്പത്തിലോട്ടൊക്കെയാണ് പോകുന്നത്, അതുകൊണ്ട് ലോൺ കൊടുക്കുന്നത് ഒന്ന് കുറയ്ക്കണം അല്ലെ. അങ്ങനെ ധാർമ്മികപരമായിട്ട് ഈ സൈഡ് എഫക്ട്സ് ഒക്കെ എടുത്തു പറഞ്ഞ് അഡ്വൈസ് ചെയ്ത് നല്ല രീതിയിൽ കമേഴ്ഷ്യൽ ബാങ്ക്സിനോട് പറഞ്ഞ് ലോൺ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അതാണ് മോറൽ സുവേഷൻ അല്ലെങ്കിൽ ധാർമ്മിക പ്രേരണ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഈ സെൻട്രൽ ബാങ്ക് പീരിയോഡിക്കൽ ലെറ്റേഴ്സ് അയക്കും. ആർക്ക്? കമേഴ്ഷ്യൽ ബാങ്ക്സിന്. അതേപോലെ തന്നെ അഡ്വൈസസ് കൊടുക്കും, ഗിവിംഗ് അഡ്വൈസസ്. അതുപോലെ തന്നെ വേറെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് ഡിസ്കഷൻസ് ഒക്കെ വെക്കും. അതേപോലെ എന്താണ്, ഈ കറണ്ട് സിറ്റുവേഷൻസിനെ കുറിച്ച് അവരെ അവെയർ ആക്കും. എന്ന് വെച്ചാൽ അവരെ ബോധവൽക്കരിക്കും. ഇപ്പൊ നിങ്ങൾ കൂടുതൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇന്നമായിട്ട് എക്കോണമി അതിങ്ങനെ ബാധിക്കും, അതുകൊണ്ട് അത് നിങ്ങൾ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ധാർമ്മികപരമായിട്ട് പറയുക. മനസ്സിലായിട്ടുണ്ടല്ലോ? അതാണ് മോറൽ സുവേഷൻ. നെക്സ്റ്റ് വൺ, മെത്തേഡ് ഓഫ് പബ്ലിസിറ്റി. പബ്ലിസിറ്റി കൊടുക്കുക. ഓക്കെ, എന്താന്ന് വെച്ചാൽ മൊത്തം ഈ കറണ്ട് ഇഷ്യൂസിനെ കുറിച്ച് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് മൊത്തത്തിൽ ഒരു പബ്ലിസിറ്റി. അതെന്ന് വെച്ചാൽ ഓരോ മാഗസിൻസും ഒക്കെ ഉണ്ടല്ലോ, ന്യൂസ് ബുള്ളറ്റിൻസിൽ അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കുക. പൊതുജനങ്ങൾക്കായാലും കമേഴ്ഷ്യൽ ബാങ്ക്സിനായാലും അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ പബ്ലിസിറ്റിയിൽ കേട്ടോ. അപ്പം എന്താ പറയാ, അതായത് കറന്റ് എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ച് അവെയർ ആക്കാൻ വേണ്ടി പബ്ലിസിറ്റി വരുത്തുക. അത് പല രീതിയിൽ, മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെ ആ പബ്ലിസിറ്റി വരുത്തുക. നോട്ടീസ് ഇഷ്യൂ ചെയ്യുക, ഓരോ ബാങ്കിലും നോട്ടീസ് ഇഷ്യൂ ചെയ്യുക എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ. മനസ്സിലായോ? അതാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മെത്തേഡ് ഓഫ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെഗുലേറ്റിംഗ് ദ മാർജിനൽ റിക്വയർമെന്റ് ഓർ മാർജിൻ റിക്വയർമെന്റ്. അത് ശരിക്കും പറഞ്ഞാൽ മാർജിൻ റിക്വയർമെന്റ് എന്നാണ് കേട്ടോ, മാർജിൻ. പക്ഷെ ചില മെറ്റീരിയലിനകത്ത് മാർജിനൽ എന്ന് തന്നെ കാണുന്നു. ശരിക്കും പറഞ്ഞാൽ മാർജിൻ ആണത്, മാർജിൻ. എന്താണ് ഈ മാർജിൻ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാല്, നമ്മള് ലോൺ എടുക്കുന്ന സമയത്ത് വി ഹാവ് ടു പ്രൊഡ്യൂസ് വാട്ട് ഈസ് സെക്യൂരിറ്റീസ് അല്ലെ. നമ്മൾ സെക്യൂരിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. എവിടെ? ഇൻ ഫ്രണ്ട് ഓഫ് ദ ബാങ്ക്. ബാങ്കിന് ഫ്രണ്ടിൽ നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പ്രസന്റ് ചെയ്യണം? സെക്യൂരിറ്റി. എന്തെങ്കിലും സെക്യൂരിറ്റി വേണം. അതർവൈസ് ദേ വിൽ നോട്ട് ഗീവ് ലോൺസ് അല്ലെ, അല്ലെങ്കിൽ ദേ വിൽ നോട്ട് പ്രൊവൈഡ് ലോൺസ്. അല്ലെങ്കിൽ അവർ ലോൺ പ്രൊവൈഡ് ചെയ്യില്ല. എന്തിനെങ്കിലും സെക്യൂരിറ്റിയുടെ മേലെയാണ് ലോൺ തരുന്നത് അല്ലെ. അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി അല്ലേ ലോൺ തരുന്നത്. അപ്പം ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കൂട്ടാനായിട്ട് അതിന്റെ ഒരു പോർഷൻ കൂട്ടാനായിട്ട് ലോണിന്റെ എത്ര പെർസെന്റേജ് ആണ് സെക്യൂരിറ്റി എന്നൊക്കെയാണ് വരിക അല്ലെ. അങ്ങനെയല്ലേ? ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ഒക്കെയാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ സെക്യൂരിറ്റിയുടെ അളവ് ആര് കൂട്ടാനായിട്ട് ശ്രമിക്കും? സെൻട്രൽ ബാങ്ക് കൂട്ടാനായിട്ട് ശ്രമിക്കും. സെക്യൂരിറ്റിയുടെ ആ പെർസെന്റേജ്, ലോൺ എമൗണ്ടിന്റെ കൂടുതൽ പെർസെന്റേജ് സെക്യൂരിറ്റി ആയിട്ട് മാർജിൻ ആയിട്ട് ആവശ്യപ്പെടും ലോൺ എമൗണ്ടിന്റെ. അത് ചിലപ്പോൾ ചിലവർ ലോൺ എമൗണ്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? മാർജിൻ അവിടെ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. ആ രണ്ടർത്ഥത്തിലും മാർജിൻ വരുന്നുണ്ട്. പല എക്സ്പ്ലനേഷൻസ് പല ബുക്കിൽ കാണാറുണ്ട്, ശ്രദ്ധിക്കണം. അപ്പൊ മാർജിൻ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലും വരാറുണ്ട്. ലോണിന്റെ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് അവിടെ സൂക്ഷിക്കണം, അങ്ങനെ ഒരു മാർജിൻ ഉണ്ട്. അതുകൂടാതെ സെക്യൂരിറ്റിയുടെ കാര്യവും ഇതിനകത്ത് നമുക്ക് പറയാം. ലോൺ എടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി, അപ്പൊ എത്ര പെർസെന്റേജ് വാല്യൂ ഉള്ള സെക്യൂരിറ്റി വേണം. അങ്ങനെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ കൂടുതൽ മാർജിൻ ആവശ്യപ്പെടുക. അത് ഏത് രൂപത്തിലായിരിക്കാം? ഒരു പക്ഷേ ലോൺ എമൗണ്ടിന്റെ ഒരു ഇതായിരിക്കാം, അതല്ല
ലോണിന്റെ ആ എമൗണ്ടിൽ നിന്ന് തന്നെ ആയിരിക്കാം, അതല്ല സെക്യൂരിറ്റി കൂടുതൽ ആവശ്യപ്പെടുക. അതാണ് ഈ മാർജിൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇത് കൂടുതൽ ആവശ്യപ്പെടുമ്പോൾ, മാർജിൻ കൂടുതൽ ആവശ്യപ്പെടുന്ന സമയത്ത് ക്രെഡിറ്റ് കൂടുതൽ എടുക്കാനായിട്ട് ആര് വരില്ല? ജനങ്ങൾ വരില്ല അല്ലെ? അപ്പൊ ക്രെഡിറ്റ് അവിടെ കൺട്രോൾ ആയില്ലേ ഓട്ടോമാറ്റിക്കലി. അതാണ് മാർജിൻ റിക്വയർമെന്റിൽ പറയുന്നത്. ഇനി അടുത്തത് ഡയറക്റ്റ് ആക്ഷൻ. ഈ മേൽപ്പറഞ്ഞ ഈ സംഭവങ്ങളൊന്നും ആര് ഫോളോ ചെയ്തില്ല എന്ന് വെക്കുക, കമേഴ്ഷ്യൽ ബാങ്ക് ഫോളോ ചെയ്തില്ല അല്ലെ? ഇത്രയും മെത്തേഡ്സ് ഒക്കെ ചെയ്തു, അതുപോലെ മോറൽ സുവേഷൻ, ധാർമ്മികമായിട്ട് പറഞ്ഞു, പബ്ലിസിറ്റി കൊടുത്തു, എല്ലാം ചെയ്തു. എന്നിട്ടും കമേഴ്ഷ്യൽ ബാങ്ക്സ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നില്ല എങ്കിൽ, അങ്ങനെ ഏതെങ്കിലും ബാങ്ക്സ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ ബാങ്കിന്റെ മേലെ ഡയറക്റ്റ് ആക്ഷൻ എടുക്കും, നേരിട്ട് ആക്ഷൻ എടുക്കും. എങ്ങനെയായിരിക്കും? ലൈസൻസ് കട്ട് ചെയ്യുക, അതേപോലെ തന്നെ പെനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പെനാലിറ്റി ആയിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക, ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് ഒന്നും കൊടുക്കാതിരിക്കുക. ബാങ്കിന് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ബാങ്കിനുണ്ടല്ലോ, കമേഴ്ഷ്യൽ ബാങ്ക്സിന്, ആ ഫെസിലിറ്റീസ് ഒക്കെ കട്ട് ചെയ്യുക, അതൊക്കെ കട്ട് ചെയ്യുക. അതേപോലെ തന്നെ റെഫ്യൂസ് സാങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കോമഡേഷൻസിന്റെ സാങ്ഷൻസ് ഒക്കെ റെഫ്യൂസ് ചെയ്യാം. എവിടെ നിന്ന് സാങ്ഷൻ വരണം? എല്ലാറ്റിനും സെൻട്രൽ ബാങ്കിൽ നിന്നും. അതൊക്കെ റെഫ്യൂസ് ചെയ്യാം. മനസ്സിലായോ? ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നത് ഞാൻ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ. എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഈ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മുകളിൽ പറഞ്ഞ ഈ മെഷേഴ്സ് എല്ലാം ആര് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, കമേഴ്ഷ്യൽ ബാങ്ക്സ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏത് ബാങ്കാണോ ഫോളോ ചെയ്യാത്തത് ആ ബാങ്കിന്റെ മേലെ ഡയറക്റ്റ് ആക്ഷൻ എടുക്കും. അത് പെനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും അല്ലെ? സെൻട്രൽ ബാങ്ക്സ് ക്യാൻ ചാർജ് പെനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതേപോലെ തന്നെ ലൈസൻസ്, ദേ ക്യാൻ കട്ട് ദ ലൈസൻസ്, അല്ലെങ്കിൽ ലൈസൻസിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുത്തും. ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് ഇല്ലാതെയാക്കും, അല്ലെങ്കിൽ റെഫ്യൂസ് സാങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കോമഡേഷൻസ്, അതിന്റെ സാങ്ഷൻസ് ഒക്കെ റെഫ്യൂസ് ചെയ്യും, നിരസിക്കും സെൻട്രൽ ബാങ്ക്. മനസ്സിലായോ? അപ്പം അതാണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് പറയുന്നത്. അതുകൂടാതെ ഒരു മെത്തേഡും കൂടെ പറയുന്നുണ്ട്, സീലിംഗ് ഓഫ് ക്രെഡിറ്റ്. സീലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് വരുന്നത് തന്നെയാണ്. നമ്മള് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റോ അങ്ങനെ, അല്ലെങ്കിൽ ക്രെഡിറ്റ് റേഷനിങ്, അതിൽ ആ രീതിയിൽ പറയുന്ന കാര്യമാണ് ക്രെഡിറ്റ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ന് പറയുന്നത് റെസ്ട്രിക്ട്സ് ലെൻഡിങ് കപ്പാസിറ്റി. ക്രെഡിറ്റ് സീലിംഗ് എന്ന് പറയുന്നത് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ലെൻഡിങ് കപ്പാസിറ്റിയെ എന്ത് ചെയ്യാണ്? റെസ്ട്രിക്ട് ചെയ്യാണ്. കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ലെൻഡിങ് കപ്പാസിറ്റിയെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അത് രണ്ട് രീതിയിൽ ചെയ്യും. വേരിയബിൾ പോർട്ട്ഫോളിയോ സീലിംഗ്, വേരിയബിൾ ക്യാപിറ്റൽ അസറ്റ് റേഷ്യോ. വേരിയബിൾ പോർട്ട്ഫോളിയോ സീലിംഗ്, അതായത് ഏത് ആവശ്യത്തിനാണ് ലോൺ അതനുസരിച്ചിട്ട് ഓരോ പോർട്ട്ഫോളിയോ ഉണ്ടാക്കും. ഇന്ന കാര്യങ്ങൾക്കാണ് ലോൺ ഉണ്ടാകുക, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ലോണിന് പോകുന്ന സമയത്ത് അവരുടെ പോർട്ട്ഫോളിയോ അനുസരിച്ച് മാത്രമേ നമുക്ക് ലോൺ കിട്ടുള്ളൂ. അതാണ് പറയുന്നത് വേരിയബിൾ പോർട്ട്ഫോളിയോ സീലിംഗ് എന്ന് പറയുന്നത് അല്ലെ? അവർക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ടാവും, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അതിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ അവർ ലോൺ തരുള്ളൂ. അത് നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്ന രീതിയിൽ ലോൺ കിട്ടില്ല. അതേപോലെ തന്നെ വേരിയബിൾ ക്യാപിറ്റൽ അസറ്റ് റേഷ്യോ. എന്താണ്? കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ക്യാപിറ്റൽ അസറ്റ് എത്രയുണ്ട് അതിന്റെ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ്, അല്ലെങ്കിൽ ആ ഒരു അനുപാതം അത്രയും മാത്രമേ ലോൺ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ആര് പറയും? സെൻട്രൽ ബാങ്ക് പറയും. കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ അസറ്റ് ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ അസറ്റ്, ക്യാപിറ്റൽ അസറ്റ്, അത് എത്രയാണെന്ന് നോക്കും. അതിന്റെ ഒരു റേഷ്യോ അല്ലെ, ഒരു അനുപാതം, അത്രയും മാത്രമേ ലോൺ കൊടുക്കാൻ പാടുള്ളൂ പറയും. അതാണ് ഈ ക്രെഡിറ്റ് സീലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. അതെന്താന്ന് വെച്ചാൽ ഓരോ ടെക്സ്റ്റിൽ ഓരോ തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതാണ് എനിക്ക് എങ്ങനെയാ തരേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നത്. അപ്പൊ ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ക്രെഡിറ്റ് സീലിംഗ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഇതിനകത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇതിന്റെയൊക്കെ സബ് പോയിന്റ്സ് ആയിട്ട് എഴുതാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ക്രെഡിറ്റ് സീലിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തോളൂ, കുഴപ്പമില്ല. അപ്പൊ അത് വേരിയബിൾ പോർട്ട്ഫോളിയോ സീലിംഗും വേരിയബിൾ ക്യാപിറ്റൽ അസറ്റ് റേഷ്യോ ആണ്. അപ്പൊ കോമൺ പർപ്പസ് എന്ന് പറയുന്നത് ലെൻഡിങ് കപ്പാസിറ്റി റെസ്ട്രിക്ട് ചെയ്യുക കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ. അതിന് വേണ്ടിയിട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം, ആ പോർട്ട്ഫോളിയോ അനുസരിച്ചിട്ട് ലോൺ കൊടുക്കാൻ കഴിയുള്ളൂ. അതേപോലെ ക്യാപിറ്റൽ അസറ്റ് റേഷ്യോ, എന്താണ്? എത്ര ക്യാപിറ്റൽ അസറ്റ് ഉണ്ട് അതിനനുസരിച്ച് ലോൺ കൊടുക്കാൻ കഴിയുള്ളൂ എന്നും പറയും. മനസ്സിലായല്ലോ? ഇതാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു കാര്യം ഞാൻ പറയാനുള്ള, റീപ്പോ ആൻഡ് റിവേഴ്സ് റീപ്പോ. ഇതും ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിൽ വരുന്നതാണ് അല്ലെ? ഈ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ റീപ്പോയും റിവേഴ്സ് റീപ്പോയും എന്ത് ചെയ്യും? കൂട്ടും. ഇപ്പൊ റീപ്പോ നിരക്ക് എന്ന് പറയുന്നത് 4%, റിവേഴ്സ് റീപ്പോ 3.35% ആണ് അല്ലെ? അത് കറന്റ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ റീപ്പോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിന് ലെൻഡ് ചെയ്യുന്ന സമയത്തുള്ള പലിശ തന്നെയാണ് റീപ്പോ എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഒരു ആസ്തിയുടെ ഒരു പെർസെന്റേജ് അങ്ങോട്ട് കൊടുക്കുക അല്ലെ? അത് തന്നെയാണ് റീപ്പോ എന്ന് പറയുന്നത്. അത് 4%, അതേപോലെ റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നത് 3.35. അതായത് റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ നിന്ന് ലെൻഡ് ചെയ്യുമ്പോഴോ
കൊടുക്കേണ്ട സെൻട്രൽ ബാങ്ക് അങ്ങോട്ട് കൊടുക്കേണ്ട പലിശയാണ് റിവേഴ്സ് റീപ്പ്, അത് 3.35 ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അപ്പം ഇതൊക്കെയാണ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ചെറിയ ചെറിയ വേരിയേഷൻസ് പല ടെക്സ്റ്റ് ബുക്കിൽ, അത് ഓതേഴ്സിന്റെ ഇതനുസരിച്ച് ചെറിയ ചെറിയ പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് വരാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കി ക്ലാസ് എടുക്കുന്ന സമയത്തൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, വീഡിയോ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ മലയാളത്തിലും ഇംഗ്ലീഷും പഠിക്കുന്നവർക്ക് എളുപ്പമാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അത് ഈസി ആണെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ശ്രമിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.